ಯೋಹಾನ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ. യോഹന്നാന്റെ സുവിശേഷം 7ാം അധ്യായം 5ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ಅಲ್ಲಿ ಆತನು ಬರಿತಾ ಇದ್ದಾನೆ, his own brothers did not believe in him. അവന്റെ സ്വന്തം സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. ಸ್ವಂತ ಸಹೋದರರೇ ಆತನನ್ನು ನಂಬಲಿಲ್ಲ. സ്വന്തം സഹോദരന്മാർ പോലും അവനിൽ ವಿಶ್ವಸಿച്ചില്ല. ಸ್ವಂತ ಸಹೋದರರು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಈ ಯಾಕೋಬನು ಕೂಡ ಅದರ ಒಳಗೆ ಒಬ್ಬನು. സ്വന്തം സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഈ യാക്കോബും കൂടി അതിനകത്ത് ഉൾപ്പെട്ടു. ನಾವು ಯಾಕೋಬನ ಪತ್ರಿಕೆಗೆ ಬರುವಾಗ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണ്. ಇಲ್ಲಿ ನಾವು ನೋಡುವಂತಹ ಯಾಕೋಬ ಆತನು ಬೋಲ್ಡ್ ಆಗಿ ಧೈರ್ಯದೊಡನೆ ದೇವರ ಒಂದು ಪ್ರವಾದಿಯ ಉಪಾದಿಯಲ್ಲಿ ಸಭೆಯೊಂದಿಗೆ ಮಾತನಾಡುವುದನ್ನು ನಾವು ನೋಡ್ತಾ ഇവിടെ ಇದ್ದೇವೆ. ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെ പോലെ വളരെ ബോൾഡായി സംസാരിക്കുന്ന ഒരു അപ്പസ്തോലനെയാണ് നമ്മൾ യാക്കോബിൽ കാണുന്നത്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಏನು ಆಯ್ತು ಇವನ ಜೀವಿತದಲ್ಲಿ? ഇവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ಏನು ಈ ರೂಪಾಂತರದ ಕಾರಣ? ഇപ്രകാരം ഒരു രൂപാന്തരം ഉണ്ടാകാൻ കാരണം എന്താണ്? ನಾವು 1 ಕೊರಿಂಥ ಪತ್ರಿಕೆ 15ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡಬಹುದು. 1 കൊരിന്തി 15ന്റെ 7ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വചനം അവിടെ കാണുന്നു. ನಮಗೋಸ್ಕರವಾಗಿ ಕಲ್ವಾರಿ ಕ್ರೂಜಲ್ಲಿ ಪ್ರಾಣವನ್ನ ಕೊಟ್ಟಂತ ಯೇಸು ಕ್ರಿಸ್ತನು, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു പ്രാണനെ അർപ്പിച്ച യേശു കർത്താവ്, ಸತ್ತು ಹೂಣಲ್ಪಟ್ಟಂತ ಯೇಸು, മരിച്ച് അടക്കപ്പെട്ടതായ യേശു, ಹೂಣಲ್ಪಟ್ಟ ನಂತರ ಆತನ ಮರಣದ ಮುಖಾಂತರವಾಗಿ ಮರಣಾಧಿಕಾರಿಯನ್ನು ಸೋಲಿಸಿದಂತ ಯೇಸು, തന്റെ മരണത്താൽ തന്നെ മരണാധികാരിയെ തോൽപ്പിച്ച കർത്താവ്, ಮತ್ತೆ 3ನೇ ದಿನ ಪುನರುತ್ಥಾನನಾಗಿ ಎದ್ದು ಬಂದಂತ ಯೇಸು, 3ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ಈ ಯೇಸು ಯಾರ ಬಳಿ ಪ್ರತ್ಯಕ್ಷವಾಗ್ತಾ ಇದ್ದಾನೆ? ഈ യേശു ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದ ಯಾಕೋಬನಿಗೆ ಪ್ರತ್ಯಕ್ಷವಾದನು. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ യാക്കോബിന് പ്രത്യക്ഷനായി. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ನಂತರವಾಗಿ ಅಪೊಸ್ತಲರಿಗೆ ಪ್ರತ್ಯಕ್ಷವಾದನು. അതിനുശേഷം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ಮತ್ತೆ ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಕೊನೆಯದಾಗಿ ನನಗೆ ಕೂಡ ಪ್ರತ್ಯಕ್ಷನಾದನು. എന്നിട്ട് പൗലോസ് പറയും, അവസാനമായി എനിക്കും പ്രത്യക്ഷപ്പെട്ടു. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಇಲ್ಲಿ ನಾವು ನೋಡಬಹುದು, an encounter with Jesus transformed his life. ഹല്ലേലൂയ. യാക്കോബിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് യേശു ക്രിസ്തുവുമായിട്ടുള്ളതായ ഒരു സ്തോത്രം, മുഖാമുഖമായ പ്രത്യക്ഷതയാണ്. ನಾನು ಇಷ್ಟು ವರ್ಷ 10 ವರ್ಷ 20 ವರ್ಷ 30 ವರ್ಷ ಚರ್ಚಿಗೆ ಬರ್ತಾ ಇದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿ ಯಾವ ಪ್ರಯೋಜನವಿಲ್ಲ. നമ്മളെ രക്ഷിക്കപ്പെട്ട് 10 വർഷമായി 20 വർഷമായി അല്ലെങ്കിൽ 30 വർഷമായി ഞാൻ ചർച്ചിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ಅಥವಾ ನನ್ನ ತಂದೆ ಪಾಸ್ಟರ್ ಎಂಬುದಾಗಿ ಹೇಳಿ ನನ್ನ ಒಳಗಡೆ ಟ್ರಾನ್ಸ್ಫಾರ್ಮೇಶನ್ ಉಂಟಾಗುವುದಿಲ್ಲ. അഥവാ എന്റെ പിതാവ് ഒരു പാസ്റ്റർ ആണെന്ന കാരണത്താൽ എനിക്ക് രൂപാന്തരം ഉണ്ടാകണമെന്നില്ല. ನನ್ನ ತಾಯಿ ಒಂದು ಪ್ರಾರ್ಥನಾ ಮಹಿಳೆ ಎಂಬುದಾಗಿ ಹೇಳಿ ನನ್ನ ಒಳಗೆ ರೂಪಾಂತರ ಬರಬೇಕಾಗಿಲ್ಲ. എന്റെ അമ്മ നല്ല പ്രാർത്ഥനക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉള്ളിൽ രൂപാന്തരം വരണമെന്നില്ല. ನಾನು ಅಥವಾ ಬೈಬಲ್ ಕಾಲೇಜಿಗೆ ಹೋಗಿದ್ದೇನೆ ಅಥವಾ ಹೋಗ್ತಾ ಇದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿ ನನ್ನ ಒಳಗಡೆ ರೂಪಾಂತರ ಬರುವುದಿಲ್ಲ. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും രൂപാന്തരം ഉണ്ടാകണമെന്നില്ല. ನಿಜವಾದಂತಹ ಒಂದು ರೂಪಾಂತರ ಬರುವಂತದ್ದು ನಾವು ಯಾವಾಗ ಜೀವ ಸ್ವರೂಪನಾದಂತಹ ದೇವರೊಂದಿಗೆ ಒಂದು ಸಂದರ್ಶನ ಉಂಟಾಗ್ತದೆ. ಆಗ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നത്? ജീവനുള്ള ദൈവവുമായി ഒരു കൂടിക്കാഴ്ച നമുക്കുണ്ടാകുമ്പോഴാണ്. ಅಲ್ಲಿ ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ಆತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ.